ഹായ് ഫ്രണ്ട്സ്, കാർ ഹബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും 50 രൂപയ്ക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് എങ്ങനെ റീസ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. മാക്സോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ കമ്പനിക്ക് വരുന്നുണ്ട്. ചെയിൻ ലൂബ് വരുന്നുണ്ട്, അതുപോലെ വൈപ്പർ വാഷ്, ഷാംപൂസ്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് പല പ്രോഡക്റ്റുകളും പരിചയപ്പെടാം. അതുപോലെ എ സി ക്ലീനർ വരുന്നുണ്ട്. തുടർന്നുള്ള വീഡിയോയിൽ ഇതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹെഡ്ലൈറ്റ് റീസ്റ്റോറിംഗ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഹെഡ്ലൈറ്റ് നിലവിലിരിക്കുന്നത്. മുകൾ ഭാഗം കൊണ്ടാണ് ഹെഡ്ലൈറ്റ് മങ്ങിയിട്ടുള്ളത്, നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു മൈക്രോ ഫൈബറിലോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചിലോ ആണ് എടുക്കേണ്ടത്. സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മളിതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല സർക്കുലാർ മോഷനിൽ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ഇതുപോലെ റബ്ബ് ചെയ്യുക. ഇതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വിശദമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ കവറിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് വെറും 50 രൂപയാണ് ഒരു സാഷയ്ക്ക് റേറ്റ് വരുന്നത്. ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇത് ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവാണ്. അതുപോലെ തന്നെ നമ്മളൊരു പോളിഷിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ഏകദേശം 800 മുതൽ 1000 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് മങ്ങിയ ഹെഡ്ലൈറ്റുകളും നല്ല രീതിയിൽ ഒരു 80% ഇത് ക്ലിയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ മങ്ങലൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നന്നായിട്ട് മങ്ങിയ ഹെഡ്ലൈറ്റുകളാണെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിക്കാം. ഇതിപ്പോൾ ഏകദേശം എല്ലാ ഹെഡ്ലൈറ്റുകളും ഈ രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം നമ്മൾ സാധാരണ മെഷീൻ വെച്ച് ചെയ്യുന്ന കാര്യമാണ്. ഈ പ്രോഡക്റ്റിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്കിത് കൈകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പ്രഷർ കൊടുത്താൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വാക്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ല രീതിയിൽ ഹെഡ്ലൈറ്റ് ക്ലീൻ ആവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഒരുപാട് വീഡിയോകൾ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.